ഈ കറീസിൽ ഒരാളെന്റെ ഫോളോവറാ, നമുക്ക് നോക്കാം. ഹായ്, പേരെന്താ? 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 ബിലാൽ എന്നല്ലേ പറഞ്ഞേ? ഓക്കെ. എത്ര രൂപ കിട്ടിയാ ഇവിടുത്തെ ജോലി നിർത്തും? മനസ്സിലായില്ല. എത്ര രൂപ കിട്ടിയാ ഇവിടുത്തെ ജോലി നിർത്തും? ജോലി നിർത്താനിപ്പോ ഉദ്ദേശമില്ല. ഉദ്ദേശമില്ല? എത്ര രൂപ കിട്ടി ഇവിടുത്തെ ജോലി നിർത്തും? ഉദ്ദേശമില്ല. എത്ര രൂപ കിട്ടി ഇവിടുത്തെ പണി നിർത്തും? ഇത് എന്റെ കഥ. അയ്യോ, ഓണറിന്റെ അടുത്ത് ജോലി പോയി. ഇപ്പൊ നമ്മളുള്ളത് കറീസിലാണ്. ഇവിടെ ഇത്രയും വൈൽഡ് വെറൈറ്റീസ്. അപ്പൊ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പോ അവരുടെ ഈ വെറൈറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ടായി. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് കാര്യം നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കാം. ഇതൊക്കെ എന്താന്ന് പറഞ്ഞുതരോ? ഇത് നമ്മുടെ റെഡി ടു കുക്ക് പ്രൊഡക്റ്റ് ആണ്. ഇതിലിപ്പോ ഏത് ഐറ്റം ആണ് സെലക്ട് ചെയ്യണത്? ഇതിലിപ്പോ ബീഫ് ഫ്രൈ ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീഫ് മാത്രം പുറത്തുനിന്ന് ആഡ് ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എണ്ണ, സാൾട്ട് അടക്കം എല്ലാ ഐറ്റംസും അതിൽ തന്നെ ഉണ്ടാവും. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. പുറത്തുനിന്ന് ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്യണില്ല. വേണ്ട, ഒന്നും വേണ്ട. എല്ലാവരും വേണ്ട വേണ്ട എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഇത് കൂടാതെ നിങ്ങളുടെ വെറൈറ്റീസ് എന്താ ഇവിടെ? നമുക്ക് പിന്നെ മെനു കാർഡ്. ഇതിലിപ്പോ നമുക്ക് എല്ലാ കറീസും മെനുസ് നമുക്ക് ഇടയ്ക്ക് ഡെയിലി ചേഞ്ച് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ ഡെയിലി മെനു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ റൈസ് ഇതാണ്. ഇതിനെന്താ പ്രത്യേകത എന്താ? ഇതിപ്പോ നമ്മുടെ റൈസ് വരുമ്പോ പ്രോൺസ്, ചിക്കൻ, ബീഫ്, പോർക്ക് ഇങ്ങനെ 3 ഐറ്റംസിൽ കിട്ടാറ്. നമുക്ക് ഇതിപ്പോ ചെയ്ത് വരുമ്പോ റൈസ്, മീറ്റ്, പിന്നെ റൈസ്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് അത്, പിന്നെ അതുപോലെ തന്നെ റൈസ്. ഇങ്ങനെ നമ്മൾ ലെയർ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ഞങ്ങള് കൺസെപ്റ്റ് ഉദ്ദേശിച്ചത് ഒരു ബിരിയാണി അങ്ങനെയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ 2 പീസ് ബിരിയാണി, 2 പീസ് ചിക്കൻ ഒക്കെ ആയിരിക്കും കിട്ടും. നമുക്ക് ഓരോ ബൈറ്റിലും ഓരോ പീസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ അങ്ങനെ കൊടുക്കും. അപ്പൊ അവര് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി നല്ല സ്നേഹത്തോടെ അവരുടെ ഐറ്റംസ് തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഓക്കേ, ആണല്ലേ? ഓക്കെ. അപ്പൊ ശരി ഗൈസ്, താങ്ക് യു സോ മച്ച്.